ഇന്ന് നമ്മളൊരു ഫ്രിഡ്ജിൻ്റെ അൺബോക്സിങ് വീഡിയോയിലേക്കാണ് പോകുന്നത്. നമ്മൾ ഈ ഫ്രിഡ്ജല്ല അൺബോക്സിങ് ചെയ്യാൻ പോകുന്നത്. ഈ ഫ്രിഡ്ജ് കാരണം അധഭാഗ്യവാനായ മറ്റൊരു ഫ്രിഡ്ജാണ് നമ്മൾ അൺബോക്സിങ് ചെയ്യാൻ പോകുന്നത്. വന്നപ്പോൾ കൊണ്ടുവന്ന ഫ്രിഡ്ജാണിത്. ഈ ഫ്രിഡ്ജിൽ കുറെ അഴുക്ക സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ഇത്തായ പോലെ തന്നെ പുതിയ ഫ്രിഡ്ജ് വന്നപ്പോൾ നമുക്ക് പഴയ ഫ്രിഡ്ജ് മാറ്റണം. കാരണം അതിന് ലീക്കും കാര്യങ്ങളും കറണ്ട് ബില്ലും കൂടുന്നുണ്ടായിരുന്നു. പക്ഷേ ഉമ്മ ഒരു വിധത്തിൽ മാറ്റാൻ സമ്മതിക്കത്തില്ല. എന്തുകൊണ്ടാണ് ഉമ്മ മാറ്റാൻ സമ്മതിക്കാത്തതെന്ന് നമുക്ക് ഉമ്മയുടെ അടുത്ത് തന്നെ ചോദിക്കാം. എന്തുകൊണ്ട്? അത് ഇബ്രാഹിമിൻ്റെക്കാളും പ്രായം കൂടിയ ഒരു ഫ്രിഡ്ജായിരുന്നു. അത് വാങ്ങിച്ചതിൻ്റെ കഷ്ടപ്പാടൊന്നും നിങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാ. ഞാൻ എന്ത് ബുദ്ധിമുട്ടിയാണെന്ന് അറിയാമോ അത് വാങ്ങിച്ചത്. നിൻ്റെ പ്രായമില്ലേ അത് എടുത്ത് കളയുന്നതിനിപ്പം. നിങ്ങൾക്ക് വേറെ ഫ്രിഡ്ജ് കിട്ടിയെന്നും പറഞ്ഞ് അതിനെ കളയുന്നതിന് അതവിടെ ഇരുന്നോട്ട്. കൊച്ചിൻ്റെ ഈ സ്വഭാവം കാരണം നമുക്കത് വിൽക്കാനൊന്നും പറ്റത്തില്ല. ആക്രിയായിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുവാണ്. അങ്ങനെ നമ്മൾ വെളിയെടുത്ത് കളഞ്ഞേക്കുമായിരുന്നു. വല്ല പൈസയും കിട്ടുമായിരുന്നു ആക്രിക്കാർക്കെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ. പക്ഷെ കൊടുക്കത്തില്ല, ഇങ്ങനെ വെച്ചേക്കും. നിനക്ക് അതിന്റെ വിഷമം പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഉമ്മ അത്രയും കഷ്ടപ്പെട്ട് വാങ്ങിച്ചു വെച്ചേക്കുന്നില്ലേ. നീ അധ്വാനിച്ച് വേണം വാങ്ങിച്ചു വെക്കുമ്പോ നീ ഇതുപോലെ ഇരിക്കും. താത്ത ഇങ്ങനെ ആയ എന്റെ പെണ്ണിനെ കൊണ്ടുവരുമ്പോ താത്തായും എന്റെ പെണ്ണിനുള്ള ഫ്രിഡ്ജ് വയ്ക്കാൻ സമ്മതിക്കത്തില്ലല്ലേ. നിനക്ക് പെണ്ണ് കിട്ടണ്ടേ ഫസ്റ്റ്, അതാണ് അടുത്ത കൊച്ചിന്റെ ഒക്കെ വിഷമം കണ്ടിട്ട് നമുക്ക് അങ്ങ് വിൽക്കാനേ തോന്നുന്നില്ല. പിന്നെ നമ്മൾ എന്തേലും ചെയ്ത് നമ്മളങ്ങ് വീട്ടിന്റെ പുറത്തോട്ട് അങ്ങ് എടുത്ത് വെച്ച് ഇത് ശല്യമാവാതെ വീട്ടിനകത്ത് വയ്ക്കുമ്പോൾ സ്ഥലം കുറയും. സ്ഥലം കുറവൊന്നുമില്ല, ഒരുപാടുണ്ട്. പക്ഷേ ഒരു വാക്കില്ലാതെ കിടക്കുന്നതുകൊണ്ട് നമ്മളതങ്ങ് വെളിയിലങ്ങ് എടുത്തു വെച്ച്. ഉമ്മ നശിക്കുമെന്നും പറഞ്ഞ് ഉമ്മ ചാർജി കുത്തല് എടുക്കല് പിന്നെ എന്തേലും ചെയ്യാന്ന് വെച്ച് നമ്മളങ്ങ് വെളിയിൽ കൊണ്ട് വെച്ച്. അന്നേരമാണോ നോക്കട്ടെ, അതിനകത്താണെങ്കിൽ തേനീച്ച കൂട്ട് വെച്ച് അതിൽ തേനുണ്ടെന്നാണ് നമ്മളിപ്പം വിശ്വസിക്കുന്നത്. ഇത് നമ്മൾ തുറന്നു നോക്കലാണ് നമ്മൾ അൺബോക്സിംഗ് എന്ന് പറഞ്ഞത്. ഇത് തുറന്നു നോക്കിയിട്ട് ഇതിനകത്ത് തേനീച്ച ഉണ്ടോ അല്ലെ തേനുണ്ടോ എന്ന് നമ്മൾ അറിയണം. ഉമ്മയുടെ നല്ല പ്രവൃത്തിക്കാണ് ഇതൊക്കെ ഇതിനകത്തൊക്കെ ഉണ്ടായത്. താത്താടെ ഇതൊക്കെ എടുത്ത് വെളിയിൽ വയ്ക്കുമ്പോൾ ഒരു സാധനം ഉണ്ടാവുന്നതല്ല, അവിടെ കിടന്ന് നശിക്കാന്നേ ഉള്ളൂ. ഉമ്മയുടെ ഫ്രിഡ്ജിൻ്റെ അത്ഭുതം നമ്മൾ ഒന്ന് കാണാൻ പോവുകയാണ്. ഫ്രിഡ്ജിൻ്റെ വീഡിയോ എടുക്കാൻ പോയപ്പോൾ മഴ തുടങ്ങി. നമ്മളപ്പോൾ അകത്തോട്ട് കയറുവാണ്. ഈ ഫ്രിഡ്ജ് 20 വർഷത്തോളം പഴക്കമുള്ള ഫ്രിഡ്ജാണ്. ഈ ഫ്രിഡ്ജ് നമ്മൾ വീട് പണി സമയത്തും ഈ 20 വർഷത്തിനിടയിൽ പല സമയത്തും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വീട് പണീൻ്റെ സമയത്തൊക്കെ മാറ്റിയതാണ്. എങ്കിൽ പോലും ഈ ഫ്രിഡ്ജ് നമുക്ക് പുറത്ത് വെച്ചപ്പോൾ പോലും ഗുണകരമായിട്ടാണ് മാറിയേക്കുന്നത്. ഓരോന്ന സമയത്ത് നമുക്ക് പുതിയ ഫ്രിഡ്ജ് എന്തായാലും നമുക്ക് അൺബോക്സിങ് ചെയ്ത് നോക്കാം. ഇത് നോക്കണ്ട, ഇത് പ്രശ്നമാണ്. പഴയത് തന്നെ അൺബോക്സിങ് ചെയ്യുക. അതിലാവുമ്പോൾ തേനീച്ചനെ മാത്രം കണ്ടാൽ മതി. ഇതിലാവുമ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ കാണേണ്ടി വരും, പാറ്റേനെയും ചേരേനെയും. ഞങ്ങൾ ഇത്രയും നേരം കാത്തു നിന്നത് ഗൃഹനാഥന് വേണ്ടിയാണ്. അദ്ദേഹം വന്നു. നമുക്ക് അദ്ദേഹത്തെ കൊണ്ട് തന്നെ തുറക്കിപ്പിക്കാം. വാപ്പ നമ്മള് ബഹുമാനത്തോടെ ആ വാക്കൊക്കെ ഉപയോഗിക്കട്ടെ. അദ്ദേഹം അങ്ങനെയൊക്കെ. എന്റെ വാപ്പ വന്നു. നമ്മളപ്പോ വാപ്പായെ കൊണ്ട് തുറക്കിപ്പിക്കാൻ പോവാണ്. വെയിറ്റ് ഇതിന്റെ റിവ്യൂ ഒക്കെ പറയണം കേട്ടോ വാപ്പ. ഇത് തുറക്കുമ്പോൾ നല്ല കട്ടി ഉണ്ടായിരുന്നോ, ഭയങ്കര ബലത്തിരിക്കുവാണോ, അങ്ങനെയൊക്കെ പറയണം. ഉമ്മ പൂട്ടി വെച്ചേക്കുമായിരുന്നു ഇത് ആരും തുറക്കാതിരിക്കാൻ വേണ്ടിയൊക്കെ. നമ്മള് പെട്ടെന്ന് വരൂ. ഇത്ര കഷ്ടപ്പാടൊന്നുമില്ല. ഇത് ഇത് ലോക്ക് ഇട്ടിട്ടില്ല. അത് വലിക്കാ. വെയിറ്റ് എല്ലാരും വരും. നമ്മള് തുറക്കാൻ പോവാണ് ഗായ്സ്. അല്ല ഗായ്സ് ഇല്ല, നമ്മളപ്പോ എന്റെ വാപ്പായെ കൊണ്ട് നമ്മളെ തുറക്കിപ്പിക്കാൻ പോവാണ്. തുറന്നോ വാപ്പ. ഉമ്മ മാറിക്ക്, നിങ്ങളവിടെ പിടിച്ചില്ല. നമ്മള് ഗ്രഹനാഥനെ അടിച്ചോളൂ. ചുമ്മാ അമ്മ നമുക്ക് ഫീലായ അമ്മ. ഗായ്സ് പറ്റിക്കപ്പെട്ടു ഗായ്സ്. ഇച്ചിരി പോലെ തേനീച്ചുള്ളു ഗായ്സ്. നമുക്ക് കുടിക്കാൻ പോലും തേനില്ല. മധുരമില്ല തേനല്ല ഇത്, അരക്ക്. അടക്ക് മഴയത്ത് തുറന്നിട്ട് തേൻ ഫ്രിഡ്ജിന്റെ തേൻ തന്നെ ഇത്. കടിക്കുന്നു. ഒരു കടിയുണ്ട്, അത് കുഴപ്പമൊന്നുമില്ല. ഇത് കൊച്ചു തേനീച്ച ആയതുകൊണ്ട് വേദനയൊന്നുമില്ല. വലിയ തേനീച്ച ആയിരുന്നെങ്കിൽ കുറെ വേദനിച്ചേനെ. ഞാൻ ചെവിയിലൊക്കെ കയറുമ്പോ കടിക്കുന്നു ഗൈസ്. നല്ലോണം കടിക്കാൻ അറിയുന്ന തേനീച്ചകളാണ്. നീ ആ തേൻ എടുത്തിട്ടല്ലേ ആവുന്നതിന് മുന്നേ 4 എത്രടാ ഉള്ളു തേനീച്ച.
തേനീച്ച കടിച്ചു ഇടുങ്ങി മാറ്റേണ്ടി വരും. തേനീച്ച കടിച്ചു ഓ ഇത് വലിയ തേനീച്ചായിരുന്നു. ഞാൻ ഇപ്പൊ തീർന്നേനല്ലേ, ചെവിയിലൊക്കെ കയറിപ്പോണേ. വാപ്പാടെ ചെവിയിലൊക്കെയാണ് തേനീച്ച പ്രതികാരം വിട്ടത്. എന്തിനു തുറന്നു? അതാണ് ചോദിക്കുന്നത്. വാപ്പയാണ് എല്ലാത്തിനും കാരണം. ഈ വാപ്പയാണ് തുറന്നിട്ടുള്ളത്. ഉമ്മാടെ നല്ല പ്രവർത്തിക്കാണ് ഇതൊക്കെ ഇതിനകത്തൊക്കെ ഉണ്ടായത്. നമ്മൾ വലിയ ചതിയാണ് ഗായ്സ് ചെയ്തത്. പാവപ്പെട്ട തേനീച്ച കൂടിനെ തുറന്ന് സോറി തേനീച്ചകളെ എന്നോട് ഇനി 6 മാസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അറിയാവുന്ന ആരെങ്കിലും കൊണ്ട് നമ്മൾ തുറക്കിപ്പിക്കുന്നതാണ്. ഇനി നമ്മൾ തുറക്കാൻ വേണ്ടി പോകത്തില്ല. അത് നല്ലതല്ല, എനിക്ക് നല്ലതല്ല. 6 മാസം കഴിഞ്ഞിട്ട് ഇതിന് തേനൊന്നും ആയില്ല, ഇച്ചിരി പൂലേ ആയിട്ടുള്ളൂ. 6 മാസം കഴിഞ്ഞാലേ നമുക്ക് തുറക്കാൻ പറ്റും. പക്ഷെ മധുരമുള്ള തേന ഇത്തിരി പൂലം കിട്ടി എനിക്ക്. അതിൻ്റെ സൈഡിൽ മുഴുവനും കുറച്ചായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോയിൽ ചിലപ്പോൾ വന്നിട്ടുണ്ടായിരിക്കും. പിന്നെ ഫുള്ള് അരക്കായിരുന്നു. ഞാൻ തേനെന്നും പറഞ്ഞ് എടുത്ത് തിന്നത് ഒരു അരക്ക് പോലെ ഇരുന്ന സാധനമാണ്. രണ്ടാമതാണ് തേൻ കുടിച്ചത്. മധുരമുള്ള തേനൊക്കെ തന്നെ ആയിരുന്നു.